നമസ്കാരം. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ വിയ്യൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ബന്ധുക്കളെ കാണാനുള്ള സൗകര്യാർത്ഥം കണ്ണൂരിലേക്ക് മാറ്റണമെന്ന പ്രതികളുടെ അപേക്ഷ അംഗീകരിച്ചാണ് നടപടി. എന്നാൽ ജയിൽ മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് വ്യക്തമാണ്. പ്രതികളെല്ലാം CPM നേതാക്കളും പ്രവർത്തകരുമാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികളെയും 10ാം പ്രതിയെയുമാണ് കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷയിലാണ് പ്രതികളെ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂരിലെ പ്രാദേശിക CPM പ്രവർത്തകർ പ്രതികളെ ജയിലിനു പുറത്ത് മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തു. പ്രതികളെ കണ്ണൂർ ജയിൽ പരിസരത്ത് കൊണ്ടുവരുന്ന സമയത്ത് CPM നേതാവ് P. ജയരാജനും ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാതെ കാറിൽ തന്നെ ഇരുന്ന ജയരാജൻ പ്രതികൾ അകത്തു കയറിയതോടെ മടങ്ങിപ്പോകുകയായിരുന്നു. പിന്നീട് വീണ്ടും മടങ്ങിയെത്തിയ P. ജയരാജൻ പ്രതികളെ കണ്ടു. കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ഭയപ്പെടുത്തുവാനുള്ള ശ്രമം വിജയിക്കില്ല എന്നായിരുന്നു P. ജയരാജൻ്റെ പ്രതികരണം. ഇന്നലെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ A. പീതാംബരൻ, പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, 10ാം പ്രതി T. രഞ്ജിത്ത്, 15ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. കൊലപാതകം, ഗൂഢാലോചനയടക്കം 2 കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ ഉണ്ടെങ്കിലും രണ്ടും ഒന്നിച്ചനുഭവിച്ചാൽ മതി. മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. പിഴത്തുക കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു. 2019 ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കൊലയല്ല, വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിലുള്ള കൊല എന്ന് പറഞ്ഞ് CPM നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് CBI കോടതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കേസിൽ CBI അന്വേഷണം തടയാൻ ശ്രമിച്ചത് ഇവരെ സംരക്ഷിക്കാനായിരുന്നു എന്ന ആരോപണം ബലപ്പെടുകയാണ്. ശിക്ഷിക്കപ്പെട്ട പലരും നിരപരാധികളാണെന്നാണ് CPM വാദം. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം CPM ഏറ്റവും കൂടുതൽ പഴികേട്ട കേസാണ് പെരിയ ഇരട്ടക്കൊലപാതകം. കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണമെന്ന് അന്നേ വ്യക്തമായിട്ടും ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ പഴിചാരി മുഖം രക്ഷിക്കാനായിരുന്നു CPM ശ്രമം. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരിൽ കാസർഗോട്ടെ CPMൻ്റെ പ്രധാന നേതാക്കളുടെ നീണ്ട നിരയാണ് കാണാനാകുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കൊലപാതകം നടക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവ്, ലോക്കൽ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, ബ്രാഞ്ച് അംഗം എന്നിങ്ങനെ പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ രാഷ്ട്രീയ കൊലയല്ല എന്ന CPM വാദം പൊളിയുകയാണ്. ഇരയ്ക്ക് നീതി ലഭ്യമാക്കേണ്ട അതേ സർക്കാർ CBI അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതി വരെ പോയതും CPMൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. CBI പിന്നീട് പ്രതികളാക്കിയ എല്ലാവരും ശിക്ഷിച്ചില്ല എന്ന ആശ്വാസം CPMനുണ്ട്. എങ്കിൽ പോലും ആ പട്ടികയിൽപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് CBI കോടതി കണ്ടെത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.